എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവായ യഹോശുവ ഹമശിയുടെ നാമത്തിൽ സ്വാഗതം. വിവിധതരം ഖുറാനുകൾ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം. വിവിധതരം ഖുറാനുകൾ. ക്രൈസ്തവ മിഷണറിമാരുമായി സംവാദങ്ങൾ നടത്തുന്ന കാലത്ത് എം അക്ബർ സാഹിബ് പലപ്പോഴും വിശുദ്ധ വേദപുസ്തകത്തെ, വിശുദ്ധ വേദഗ്രന്ഥമായ ബൈബിളിനെ അപമാനിക്കുകയും അതെല്ലാം തിരുത്തപ്പെട്ടതാണ്, കൈകടത്തലുകൾ വന്നതാണ്, അത് പലതുണ്ട്, ഒന്നല്ല കുറേയുണ്ട്, 100 ബൈബിളുകളുണ്ട് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വിശുദ്ധ വേദപുസ്തകത്തെ അപമാനിക്കുകയും സംവാദങ്ങളിൽ പലപ്പോഴും മേൽക്കോയ്മകൾ നേടുന്നതും നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തൊക്കെ നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ക്രൈസ്തവ അപ്പോളജിസ്റ്റുകൾ, ഞാനടക്കമുള്ള ക്രൈസ്തവ അപ്പോളജിസ്റ്റുകൾ വളരെ കൃത്യവും ശക്തവുമായ മറുപടിയുമായി മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഖുറാൻ ഒന്നല്ല പലതുണ്ട് എന്ന് തെളിവുകൾ സഹിതം നിരത്തിക്കഴിഞ്ഞപ്പോൾ വർഷ ഖുറാനും ഹഫ്സ് ഖുറാനും വായനാ രീതിയിലുള്ള വ്യത്യാസമല്ല, വാക്കുകളിലും അർത്ഥങ്ങളിലും വ്യത്യാസങ്ങളുണ്ട് എന്ന് വളരെ കൃത്യമായി പറയാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അക്ബർ സാഹിബിന് മറ്റൊരു വാദം മുന്നോട്ട് വെക്കാനില്ലാതെ അദ്ദേഹം തുറന്നു സമ്മതിക്കുകയാണ്, ഖുറാൻ പലതുണ്ട്, അർത്ഥവ്യത്യാസങ്ങളുള്ള പല ഖുറാനുകൾ മുഹമ്മദിന്റെ കാലം മുതലേ നിലവിലുണ്ട്. അത്തരമൊരു രസകരമായ കാഴ്ചയിലേക്കാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത്. എന്തായാലും അക്ബർ സാഹിബിന്റെ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. പാലക്കാട്ടിൽ നിന്ന് ജുബൈറിന്റെ ചോദ്യമാണ്. ഒരു ക്രിസ്ത്യൻ മിഷനറിയുടെ പ്രസംഗത്തിൽ നിന്നുള്ളതാണ് ഈ ചോദ്യം. അദ്ദേഹം പറയുന്നത്, ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലുള്ള മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്നത് വ്യത്യസ്ത തരം ഖുർആനുകളാണ്. ഇതേപോലെയുള്ള 26ഓളം തരം ഖുർആനുകളുണ്ട്. എന്നാൽ ഇക്കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് അക്ബർ സാഹിബ് അടക്കമുള്ള പ്രസംഗകന്മാർ ലോകത്തുള്ള മുസ്ലിങ്ങളെല്ലാം ഒരേ ഖുർആനാണ് ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത്. ഖുർആനിൽ മാറ്റത്തിരുത്തലുകൾ വന്നിട്ടുണ്ട് എന്നതിന് ഈ 26 തരം ഖുർആനുകൾ തന്നെ തെളിവാണ്. എന്താണ് ഇതിന് താങ്കളുടെ വിശദീകരണം? പരിശുദ്ധ ഖുർആനിൽ മാറ്റത്തിരുത്തലുകളൊന്നും വന്നിട്ടില്ല എന്നും അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധിയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്നുമുള്ള വസ്തുതകൾ ഇസ്ലാമിക പ്രബോധകർ ലോകത്തോട് വിളിച്ചു പറയാറുണ്ട്. അത് പറയുമ്പോൾ ഈയിടെയായി ക്രിസ്ത്യൻ മിഷനറിമാർ പരിശുദ്ധ ഖുർആനിന് 26 തരം ഖുർആനുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണക്കാരായ ആളുകളെ സംശയത്തിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. സാധാരണ മുസ്ലിങ്ങൾ അടക്കം ഈ വാദം കേൾക്കുമ്പോൾ ആശ്ചര്യപ്പെട്ടു പോകും. എന്താണ് യാഥാർത്ഥ്യം? യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ അദ്ദേഹം ഇവിടെ പറഞ്ഞു വെക്കുന്നൊരു കാര്യം, മാറ്റത്തിരുത്തലുകൾ ഇല്ലാത്തതാണ് ഖുർആൻ എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് തന്നെ ഇവിടെ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നു, മാറ്റത്തിരുത്തലുകൾ ഇല്ലാത്ത ഖുർആൻ. മാറ്റത്തിരുത്തലുകളൊന്നും വന്നിട്ടില്ല എന്നും അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധിയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്നുമുള്ള മാറ്റത്തിരുത്തലുകളൊന്നും വന്നിട്ടില്ല. ഖുർആൻ ഇത്രയും കാലമായിട്ട് ആരും മാറ്റിയിട്ടുമില്ല, തിരുത്തിയിട്ടുമില്ല എന്നാണ് അക്ബർ സാഹിബ് ഖുർആനെ കുറിച്ച് പറയുന്നത്. അതിലേക്ക് കടന്നിട്ട് നമുക്ക് 26 തരം ഖുർആന്റെ അക്ബർ സാഹിബിന്റെ വിശദീകരണത്തിലേക്ക് കടക്കാം. ഈ മാറ്റത്തിരുത്തലുകൾ ഖുർആന് വന്നിട്ടില്ല എന്ന് ഈ ഖുർആൻ ഉണ്ടാക്കിയ ഖുർആൻ മുഹമ്മദിന് കൊടുത്തു എന്ന് മുഹമ്മദ് അവകാശപ്പെടുന്ന, ജിബ്രീൽ പറഞ്ഞു എന്ന് അവകാശപ്പെടുന്ന ആ അള്ളാഹുവോ ഒരിക്കലും അവകാശപ്പെട്ടിട്ടില്ല. അതായത് ഖുറാന് മാറ്റത്തിരുത്തലുകളൊന്നും നടന്നിട്ടില്ല, ഒരായത്ത് തന്നിട്ട് അത് മാറ്റിയിട്ട് വേറെ ആയത്താരും തിരുത്തി കയറ്റിയിട്ടില്ല എന്ന് അള്ളാഹു പോലും, മുഹമ്മദ് പോലും പറഞ്ഞിട്ടില്ല. മുഹമ്മദും അള്ളാഹും ഒരേ സ്ഥലത്തിൽ പറയുന്നു, ഖുറാനിൽ തിരുത്തലുകൾ നടന്നിട്ടുണ്ട്, അത് നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ് എന്ന് അള്ളാഹുവും മുഹമ്മദും പറയുന്നു. പക്ഷേ അക്ബർ സാഹിബ് പറയാ മാറ്റവും ഇല്ല, തിരുത്തലും ഇല്ല, ഇറങ്ങിയ പോലെ തന്നെ ഇരിക്കുകയാണെന്ന്. എന്റെ പൊന്ന അക്ബർ സാഹിബെ, ഇങ്ങനെ മാറ്റത്തിരുത്തലുകൾ ഇല്ലാത്തതാണ് ഖുറാൻ എന്ന് പറയുന്നതിന് മുന്നേ താങ്കളുടെ കയ്യിരിക്കുന്ന ഖുറാനകത്ത് 2ാമത്തെ സൂറത്ത് അൽ ബഖറ അഥവാ സൂറത്ത് സൂറത്ത് ദക്കാവ് അഥവാ സൂറ അൽ ബഖറയില് 106ാമത്തെ ആയത്ത് ഒന്നെടുത്ത് വായിച്ചു നോക്കുക. അവിടെ അള്ളാഹു പറയുന്നതായിട്ട്, ജിബ്രീൽ പറഞ്ഞതായിട്ട് മുഹമ്മദ് പറയുകയാണ്, വല്ല ആയത്തും നാം ദുർബലപ്പെടുത്തുകയോ വിസ്മരിപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ
അതായത് അള്ളാഹു ആയത്തുകൾ ദുർബലപ്പെടുത്താറുണ്ട്, അള്ളാഹു ആയത്തുകൾ മറപ്പിച്ച് കളയാറുണ്ട്. മുഹമ്മദ് മറന്നുപോയാൽ പറയും അതോ അള്ളാഹു മറപ്പിച്ചതാണ്, അതുകൊണ്ട് ഞാൻ മറന്നുപോയി എന്ന് പറയാം. അതായത് സ്വന്തം മറവിക്ക് വരെ ഖുറാനിലൂടെ ന്യായീകരണം കണ്ടെത്തുന്ന അൽഷിമേസിന് വരെ ഖുറാനിലൂടെ ന്യായീകരണം കണ്ടെത്തുകയാണ് ഇവിടെ ശരിക്കും പറഞ്ഞ മുഹമ്മദ് എന്ന് പറയുന്ന ഈ ഒരു ഖുറൈശി യുവാവ്. അദ്ദേഹം പറയുകയാണ്, വല്ല ആയത്തും നാം ദുർബലപ്പെടുത്തുകയോ വിസ്മരിപ്പിക്കുകയോ, മറന്നുപോയാലും കുഴപ്പമില്ല, അത് അള്ളാഹു വിസ്മരിപ്പിച്ചാണെന്ന് വിശ്വസിച്ചാൽ മതി, ഓക്കെ, ചെയ്യുകയാണെങ്കിൽ പകരം അതിനേക്കാൾ ഉത്തമമായതോ അതിനു തുല്യമായതോ നാം കൊണ്ടുവരുന്നതാണ്. അതായത് ഇന്ന് സൂറത്ത് അൽ ബഖറയിലെ 1-ാമത്തെ ആയത്തായിട്ട് ഒരു ആയത്ത് പറഞ്ഞാൽ നാളെ അത് മാറ്റിയിട്ട് മുഹമ്മദിന് വേറെ പറയാം. അതായത് ഇന്നത്തെ ആയത്ത് തിരുത്തി നാളെ വേറൊരു ആയത്ത് കൊടുക്കാം, മറ്റന്നാൾ മുഹമ്മദ് വേറൊരു ആയത്ത് കൊടുത്തിട്ട് പറയും ഈ രണ്ടായത്തും അല്ല, ഇതാണ് യഥാർത്ഥ ആയത്തെന്ന് പറയും. പിറ്റേ ദിവസം പറയും അയ്യോ അത് സാത്താൻ തന്നതാ, ഇതാണ് വേറെ യഥാർത്ഥ ആയത്തെന്ന് പറഞ്ഞു. അങ്ങനെ എത്ര വേണമെങ്കിലും തിരുത്താവുന്നതും തിരുത്തുന്നതുമായ ഗ്രന്ഥമാണ് ഖുറാൻ എന്ന് ഞാൻ പറഞ്ഞതല്ല. ഖുറാനകത്ത് 102-ാമത്തെ സൂറയിൽ സൂറത്ത് പശു അഥവാ സൂറ അൽ ബഖറയിൽ 106-ാമത്തെ ആയത്തായിട്ട് പറയുന്ന കാര്യമാണ്. അപ്പോ ഏതെങ്കിലും ആയത്ത് മാറ്റിക്കഴിഞ്ഞാൽ പകരം അതിനേക്കാൾ നല്ലതായ ആയത്ത് അള്ളാഹു കൊണ്ടുവരും എന്നാണ് ഈ സൂറത്ത് അൽ ബഖറയിൽ അവകാശപ്പെടുന്നത്. അതായത് മാറ്റത്തിരുത്തലുകൾ നടന്നിട്ടുള്ളതാണെന്ന് പ്രഖ്യാപിക്കുന്ന, അങ്ങനെയാണ് ഈ ഗ്രന്ഥമേ മാറ്റത്തിരുത്തലുകളാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരേ ഒരു ഗ്രന്ഥമേ ലോകത്തിലുള്ളൂ. സാധാരണ എല്ലാവരും ഒരു എഡിഷൻ ഇറക്കുമ്പോഴാണ്, 1-ാമത്തെ എഡിഷൻ കഴിഞ്ഞ് അതൊക്കെ എല്ലാം വിറ്റുപോയി കഴിയുമ്പോൾ 2-ാമത്തെ എഡിഷൻ ഇറക്കുമ്പോൾ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തും, എന്നിട്ട് പറയും ഈ 2-ാമത്തെ എഡിഷനിൽ ഇത്ര തെറ്റുകളുണ്ട്, ഇത്ര അധ്യായങ്ങൾ പുതുതായി ചേർത്തിട്ടുണ്ടെന്ന് പറയും. ഇവിടെ അള്ളാഹു എന്ന് പറയുന്നയാൾ 1-ാമത്തെ എഡിഷനിൽ തന്നെ തിരുത്തല, ചിലത് മറന്നുപോകും, അപ്പൊ പകരം വേറൊരെണ്ണം ഇട്ട് കൊടുക്കും. എന്തിനും നമ്മുടെ സൊല്യൂഷൻ ഉണ്ട് എന്ന് പറയുന്നത് പോലെയാണ് ഈ കാര്യം. ഇനി ഇതുമായി ബന്ധപ്പെട്ട് തന്നെ മറ്റൊരായത്ത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സൂറത്ത് 16 സൂറ നഹലിലെ 101-ാമത്തെ ആയത്ത് എടുത്താൽ ഒരു വേദവാക്യത്തിന്റെ സ്ഥാനത്ത് മറ്റൊരു വേദവാക്യം നോം അങ്ങോട്ട് പകരം വെച്ചാൽ അള്ളാഹു ആകട്ടെ താൻ അവതരിപ്പിക്കുന്നതിനെ പറ്റി നല്ലവണ്ണം അറിയുന്നത്, അതുകൊണ്ടാണല്ലോ ഒരെണ്ണം മാറ്റിയിട്ട് വേറെ വെക്കേണ്ട ഗതികേട് ഉണ്ടാവുന്നത്. താൻ അവതരിപ്പിക്കുന്നതിനെ പറ്റി നല്ലവണ്ണം അറിയുന്നയാളാണ് അള്ളാഹു എന്ന് അവകാശപ്പെട്ടിട്ട് പറയാ, ഒരു വേദവാക്യത്തിന്റെ സ്ഥാനത്ത് മറ്റൊരു വേദവാക്യം നോം അങ്ങോട്ട് പകരം വെച്ചാൽ അവർ പറയും, നാട്ടുകാർക്ക് വിവരമുണ്ടല്ലോ, അവരെന്തു പറയും, നീ കെട്ടിച്ചമച്ചു പറയുന്നവൻ മാത്രമാകുന്നു എന്ന്. അതായത് മുഹമ്മദ് ആയത്തുകൾ മറന്നുപോകുന്നു, സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാ, എഴുതാൻ അറിയാത്തതുകൊണ്ട് പുള്ളിക്ക് എഴുതി വെക്കാനും പറ്റുന്നില്ല. ഇനി ആരെങ്കിലോട്ട് എഴുതി വെച്ചാൽ പുള്ളിക്ക് അതിട്ട് വായിക്കാനും അറിയില്ല, എഴുത്തുമാനും മുഹമ്മദിന് അറിയില്ല. അപ്പൊ മുഹമ്മദ് ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ടൊരു എന്തെങ്കിലും ഒരു കാര്യം അങ്ങ് ചൊല്ലും, എന്നിട്ട് ഇത് ഇന്ന സൂറയിൽ ഇനി ആയത്താന്ന് പറയും. നാളെ എപ്പോഴേക്കും മുഹമ്മദ് മറന്നേ, അല്ലെങ്കിൽ വേറൊരു ആവശ്യം വന്നു, അപ്പൊ മുഹമ്മദ് ആ ആവശ്യത്തിനനുസരിച്ച് ആയത്ത് അങ്ങോട്ട് തിരുത്തും. അപ്പൊ ആളുകൾ എന്ത് പറയും, ഇവൻ തട്ടിപ്പുകാരനാ, ഇന്നലെ പറഞ്ഞല്ലോ ഇന്ന് പറയുന്നേ, ഇന്ന് പറയുന്ന ആയിരിക്കല്ലോ നാളെ പറയുന്നേ, ഇങ്ങനെയുള്ള ആളെ എങ്ങനെയാ വിശ്വസിക്കുന്നത്, ഇവൻ എങ്ങനെയാ പ്രവാചകനാകുന്നേ എന്ന് നാട്ടുകാർ ചോദിക്കുമ്പോൾ അതിന് മറുപടിയായിട്ട് മുഹമ്മദ് അടുത്ത ആയത്തിറക്കിയ ഒരു വേദവാക്യത്തിന്റെ സ്ഥാനത്ത് മറ്റൊരു വേദവാക്യം നാം പകരം വെച്ചാൽ, അതായത് മാറ്റിത്തിരുത്തിയാൽ വെട്ടിത്തിരുത്തിയാൽ ഒരായത്ത് സൂറയിൽ കൊടുത്തു, അത് വെട്ടിത്തിരുത്തിച്ചും വേറൊരായത്ത് പകരം വെക്കുക, ഇതിനാണ് മാറ്റത്തിരുത്തലുകൾ എന്ന് പറയുന്നത്. അല്ലാതെ ഇതിന് മാറ്റത്തിരുത്തൽ എന്നല്ലാതെ പിന്നെ എന്തുവാ ഇതിന് വിളിക്കേണ്ടതെന്ന് നിങ്ങൾ തന്നെ ഒന്ന് പറ. അപ്പൊ അള്ളാഹു ഒരു ആയത്തെടുത്ത് കളഞ്ഞിട്ട്, അള്ളാഹു എന്ന് വെച്ചാൽ അള്ളാഹു നേരിട്ടൊന്ന് നിങ്ങൾ മുഹമ്മദാണ് ഈ ആയത്തെടുത്ത് കളയുന്നത്, എന്നിട്ട് പറയുകയാണ് അള്ളാഹു ആണ് കളഞ്ഞതെന്ന്. ഓക്കെ, ഒരു ആയത്തെടുത്ത് കളഞ്ഞിട്ട് പകരം വേറൊരായത്ത് വെക്കുക. അതിന്റെ കാരണം പറയുന്നതാ, അവതരിപ്പിക്കുന്നതിനെ പറ്റി നല്ലവണ്ണം അറിയുന്നയാളാണ് അള്ളാഹു എന്ന്. എന്റെ സ്ഥലകാല പരിമിതികളില്ലാത്ത ദൈവമായിരുന്നു അള്ളാഹു എങ്കിൽ, അവതരിപ്പിക്കുന്നതിനെ പറ്റി നല്ലവണ്ണം അറിയാവുന്ന ആളായിരുന്നു അള്ളാഹു എങ്കിൽ, ഈ മുഹമ്മദിന്റെ ജീവിതകാലത്ത് തന്നെ 10-20 വർഷത്തിനകത്താണ് ഈ ആയത്തുകൾ മുഴുവൻ ഇറങ്ങുന്നത്. ഈ ആയത്തുകൾ തിരുത്തുന്ന ദിവസങ്ങൾക്കുള്ളിലാ, മിനിറ്റുകൾക്കുള്ളിൽ തിരുത്തിയ ആയത്തുകൾ വരെയുണ്ട്. മിനിറ്റുകൾക്കുള്ളിൽ പറഞ്ഞു വായിന്ന് നാക്കിട്ടപ്പോ ആളുകൾ ചോദ്യം ചെയ്തപ്പോ അതിന് തിരുത്തി കൊടുത്ത ആയത്തുകൾ വരെയുണ്ട്. അപ്പോൾ അവതരിപ്പിക്കുന്നതിനെ പറ്റി എല്ലാം അറിയുന്ന അള്ളാഹു മിനിറ്റ് വെച്ച ആയത്തുകൾ തിരുത്തി എന്ന് പറയണമെങ്കിൽ ഇതൊരു മനുഷ്യന്റെ കളി മാത്രമാണ്, അല്ലാതെ ദൈവത്തിന്റെ അല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ വേറെ എങ്ങും പോകേണ്ട കാര്യമില്ല. മുഹമ്മദ് ഈ യുദ്ധത്തിൽ സ്വത്തുക്കളെല്ലാം ഈ കൊള്ള മുതലെല്ലാം പിടിച്ചുകൊണ്ടുവന്നു. അതിനകത്ത് പെണ്ണുങ്ങളുണ്ട്, വസ്തുവകളുണ്ട്, ഒട്ടകങ്ങളുണ്ട്, ആടുകളുണ്ട്. അങ്ങനെ യുദ്ധത്തിൽ കിട്ടിയ ഖുമൂസ് എല്ലാം കൂടെ കൂട്ടിയപ്പോൾ മുഹമ്മദിനൊരാഗ്രഹം, ഷെടാ ഇവന്മാർ യുദ്ധത്തിന് ഈ സാധനങ്ങളെല്ലാം ഞാൻ അങ്ങ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പണിക്ക് പോകണ്ടല്ലോ, 10-20 ഭാര്യമാരെയും പൂച്ച സ്വന്തമായിട്ട് നമുക്ക് കഴിയാം. അപ്പൊ മുഹമ്മദ് ഒരു ആയത്തങ്ങോട്ട് ഇറക്കി, എന്ത്, യുദ്ധത്തിൽ പിടിച്ചുകൊണ്ടുവരുന്ന വസ്തുവകകൾ മുഴുവനും അള്ളാഹുവിനും റസൂലിനും ഉള്ളതാണ്. എന്തേ നാട്ടുകാർ സമ്മതിക്കൂ?
ഈ അടി കൊള്ളാൻ ചെണ്ട പണം വാങ്ങാൻ മാരാര് എന്ന് പറയുന്ന ഒരു നടപടി ആട്ടുകാർ സമ്മതിക്കത്തില്ലല്ലോ. യുദ്ധത്തിന് പോയി ജീവൻ പണയം വെച്ച് കൊള്ള മുതലുമായിട്ട് വരുമ്പോൾ ആ കൊള്ള മുതൽ മുഴുവൻ മുഹമ്മദിന് വേണമെന്ന് മുഹമ്മദ് വാശി പിടിച്ച ആളുകൾ സമ്മതിക്കുമോ? ആളുകൾ പ്രശ്നം ഉണ്ടാക്കി. അപ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ആയത്തിന് ഒരു ചെറിയ തിരുത്തല്. യുദ്ധത്തിൽ കൊണ്ടുവന്ന മുതലുകളുടെ 5-1 മാത്രം അള്ളാഹുവിനും റസൂലിനും മതി, ബാക്കിയൊക്കെ നിങ്ങളെടുത്തോളം പറഞ്ഞു. എന്നാലോചിച്ച് നോക്കിയേ, ഇതാണ് മുഹമ്മദിന്റെ ആയത്ത് വെട്ടിത്തിരുത്തലുകൾ. അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി പറയാ, അത് അള്ളാഹു ആയത്തുകളെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് അള്ളാഹു ഒരെണ്ണം മാറ്റി വെച്ച് പകരം വേറെ തന്നെയാണ്. ഇതിനെയാണ് മലയാളത്തിൽ വെട്ടിത്തിരുത്തൽ എന്ന് പറയുന്നത്. ഈ പണ്ടൊക്കെ ആധാരം എഴുതുന്നതിന്റെ അടിയിൽ കൈകൊണ്ട് എഴുതുന്ന കാലത്ത് ആധാരം എഴുതുന്നതിന്റെ അടിയിൽ ആധാരം എഴുത്താനൊരു സ്റ്റേറ്റ്മെന്റ് എഴുതും, വെട്ടിത്തിരുത്തുകളില്ല എന്ന് പറഞ്ഞിട്ടൊരു ഒപ്പിടും. ഇതുപോലെ ഒരു ഒപ്പിടാനുള്ള കഴിവ് പോലും അള്ളാഹ്ക്കില്ല. കാര്യം പുള്ളി തന്നെ ദിവസവും വെട്ടിത്തിരുത്താണ് ഈ ഖുറാനകത്ത്. പക്ഷെ ഇവിടെ അക്ബർ സാഹിബ് പറയുന്നത് ഖുറാനിൽ മാറ്റത്തിരുത്തലുകൾ നടന്നിട്ടില്ല, അവതരിപ്പിക്കപ്പെട്ട പോലെ അങ്ങിരിക്കുക എന്ന. അതെങ്ങനെയാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനി അക്ബറിനെങ്ങാനും വേറെ പുതിയ ഖുറാൻ വല്ലോ സ്വന്തമായിട്ട് ഇറങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ വർഷ ഖുറാൻ, ഹഫ്സ് ഖുറാൻ, ഗുലൂം ഖുറാൻ എന്നൊക്കെ പറഞ്ഞ് 40-40 ടൈപ്പ് ഖുറാനുള്ള പോലെ ഇനി അക്ബറുൽ ഖുറാൻ എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ വല്ല ഖുറാനും അക്ബർ ഇറക്കിയ പോലെ തന്നെ വീട്ടിൽ പൂട്ടി വെച്ചേക്കുവാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്ന ഖുറാനകത്ത്, ഇസ്ലാം മതത്തിന്റെ ഖുറാനകത്ത്, മുഹമ്മദ് ഉണ്ടാക്കിയ ഖുറാനകത്ത് വെട്ടിത്തിരുത്തലുകൾ നടന്നിട്ടുണ്ടെന്ന് തന്നെ ഖുറാൻ തന്നെ പച്ചക്ക് സാക്ഷ്യം പറയുന്നു. ഇനി വെട്ടിത്തിരുത്തൽ മാത്രമല്ല, മുഹമ്മദ് ഈ ആയത്ത് ദൈവിക ആയത്തുകൾ എന്ന് പറഞ്ഞുകൊണ്ട്, ദൈവിക വചനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഓതിയത് മുഴുവൻ ദൈവികം പോലും അല്ലായിരുന്നു, സാത്താൻ വരെ വചനം കൊടുത്തിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സൂറ 53-ന്റെ 19, 20, 21 ആയത്തുകൾ നമ്മൾക്ക് എടുത്താൽ അള്ളാഹു എന്ന് പറയുന്ന, അല്ലാഹ് എന്ന് പറയുന്ന ഖുറൈശി ദേവന്റെ 3 പെൺമക്കളെ കുറിച്ച് വിവരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ആ ആയത്ത് ഇങ്ങനെയാണ് പറയുന്നത്. സൂറ 53-ന്റെ 19, 20, 21. ലാത്തയെയും ഉസയെയും നിനക്കറിയില്ലയോ, മൂന്നാമതായുള്ള മനാത്തയെ കുറിച്ചും. ലാത്തയെയും ഉസയെയും മൂന്നാമതായുള്ള മനാത്തയെയും നിനക്കറിയില്ലേ എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് ആദ്യം അള്ളാഹു കൊടുത്ത ആയത്താന്ന് പറഞ്ഞിറക്കിയ ആയത്ത് ഏതാണെന്നറിയോ? മുഹമ്മദ് പറയാ, ഇവരെല്ലാം ഉന്നതങ്ങളിൽ വിരാജിക്കുന്ന ഗാർണിക്കുകളാകുന്നു, പ്രത്യേകതരം ജീവികളാകുന്നു, അതുകൊണ്ട് അവരുടെ മധ്യസ്ഥത തേടുന്നത് അനുവദനീയമാകുന്നു എന്ന ആയത്തിറക്കി ആ ആയത്ത് ഓതിക്കൊണ്ട് നിസ്കരിക്കുകയും ആ ആയത്ത് സത്യമാണെന്ന് വരുത്താൻ ആ ആയത്തിന്റെ ആ സൂറയുടെ തുടക്കത്തിൽ നക്ഷത്രസ്ഥാനങ്ങളെ ചൊല്ലി ഞാൻ സത്യമിട്ട് പറയുന്നു, എന്റെ പ്രവാചകൻ നുണ പറയേല, അള്ളാഹുവിന്റെ വായിന്ന് വീഴുന്നതല്ലാതെ വേറൊന്നും പറയൂല എന്ന് സത്യമിട്ട് പറഞ്ഞ് ഈ ലാത്ത, മനാത്ത, ഉസ എന്ന 3 അല്ലാഹിന്റെ പെമ്മക്കളോട് മധ്യസ്ഥത തേടണമെന്ന് പറഞ്ഞുകൊണ്ട് ആയത്തിറക്കിയ മഹാനാണ് ഈ മുഹമ്മദ് എന്ന് പറയുന്നത്. അപ്പോ കുറച്ചു കഴിഞ്ഞ് ഖുറൈശികളായിട്ട് അംഗം വെട്ടും പടവെട്ടും ഒക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് ശക്തിയൊക്കെ വന്ന് പുള്ളി ഖുറൈശികളെ തോപ്പിക്കാനുള്ള കപ്പാസിറ്റി ആയപ്പോഴേക്കും പിന്നെ പുള്ളിക്ക് ലാത്തയുടെ മനാത്തിന്റെ ഉസയുടെ ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നെ അപ്പൊ പുള്ളി ഒരു പുതിയ ഇറക്കി, ഈ 3 നിങ്ങളുടെ പിതാക്കന്മാരിട്ട പേരുകളല്ലാതെ വേറൊന്നുമല്ല, അള്ളാഹിന് മാത്രം പെൺമക്കളും നിങ്ങൾക്കെന്താ ആൺമക്കളുമാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഈ പറയുന്ന ആയത്തങ്ങട് തിരുത്തി കൊടുത്തു. അപ്പൊ നാട്ടുകാരെ ചോദ്യം ചോദിക്കില്ലേ, ചേടാ നേരത്തെ ആ ആയത്തിൽ പറഞ്ഞ പോലെ ഇവൻ എന്തോ ഒരു വേദവാക്യത്തിന് സ്ഥാനത്ത് പകരം വേറെ വേദവാക്യം കൊണ്ടാ വെച്ചേക്കുക. അപ്പൊ ആളുകൾ എന്ത് പറയും? നീ കെട്ടിച്ചമച്ച് പറയുന്നവൻ മാത്രമാകുന്നു, നീ ഒരു കള്ളപ്രവാചകനാണ്, നീ കെട്ടിച്ചമച്ച് പറയുന്ന ഒരു പ്രവാചകനാണ് എന്ന് അന്നത്തെ നാട്ടുകാർ പറഞ്ഞു. അപ്പോഴത്തേക്കും പുള്ളിക്കാരൻ ഒരു നമ്പർ ഇറക്കി, അതേ സാത്താൻ അറിയാതെ എന്റെ വായിലിട്ട് തന്ന ആയത്താണെന്നത്. അതായത് ഖുറാൻ എന്ന് പറഞ്ഞു ഓതിയ ആയത്ത് അള്ളാഹു ഇട്ടല്ല സാത്താൻ ഇട്ടതായിരുന്നു. അതുകൊണ്ടാണ് ലാത്തയോടും മനാത്തിനോടും ഉസയോടൊക്കെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തണമെന്ന് ഞാൻ പറഞ്ഞത്. സാത്താൻ ഓതിത്തന്ന, നാളുകൾക്ക് ശേഷം മുഹമ്മദിന് വെളിപാടുണ്ടാകുക ഇത് സാത്താൻ ഓതിത്തന്ന ആയത്താണെന്ന്. അപ്പോഴത്തേക്കും നാട്ടുകാര് അവിടെയും പിടിച്ചു, എടാ ഇങ്ങനെയുള്ള ഒരാളെ ഞങ്ങൾ എങ്ങനെ പ്രവാചകനായിട്ട് കാണും? സാത്താൻ വരെ ഓതിക്കൊടുക്കണ സാധനങ്ങൾ ഖുറാനാന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന ആളുകളെ എങ്ങനെ പ്രവാചകനായിട്ട് കരുതുമെന്ന ചോദ്യം വന്നപ്പോ അപ്പോഴത്തേക്ക് മുഹമ്മദ് അടുത്ത ആയത്തിറക്കി സൂറ 22, സൂറത്ത് ഹജ്ജിന്റെ 52-ാമത്തെ ആയത്തിറക്കി. അതേ ഞാൻ മാത്രമല്ല അവന്മാരെയൊക്കെ സാത്താൻ വഴിതെറ്റിച്ചിട്ടുണ്ടെന്ന്. ആരെ? നിനക്ക് മുമ്പ്
ഏതൊരു ദൂതനെയും പ്രവാചകനെയും നാം അയച്ചിട്ട് അദ്ദേഹം ഓതിക്കേൽപ്പിക്കുന്ന സമയത്ത് ആ ഓതിക്കേൽപ്പിക്കുന്ന കാര്യത്തിൽ പിശാച് തന്റെ വഹി ദുർബോധനം ചെലുത്തി വിടാതിരുന്നിട്ടില്ല. ഇതൊരു മാതിരി ജഗദീഷ് മോഡൽ കോമഡി ആയി പോയല്ലോ. ഞാൻ മാത്രമല്ലല്ലോ അവന്മാരും ഉണ്ടെന്ന് പറയുന്ന പോലെ ജഗദീഷിന്റെ നിലവാരമുള്ളൊരു കോമഡി ആയിപ്പോയി ഇദ്ദേഹം മോദി. അതായത് പുള്ളിക്കാരൻ ഖുറൈശികളെ മണിയടിക്കാൻ വേണ്ടി സമ്പത്തും ഈ യുദ്ധ കഴിവൊന്നും ഇല്ലായിരുന്ന കാലത്ത് ലാത്തേനെ മനാത്തേനെ ഉസൈനെ മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ വേണ്ടി പറഞ്ഞ് മുസ്ലിങ്ങളും മുഹമ്മദും ഖുറൈശികളും എല്ലാവരും കൂടെ ഒരുമിച്ച് ലാത്തയോടും മനാത്തയോടും ഈ ഉസയോടും മധ്യസ്ഥ പ്രാർത്ഥന നടത്തി. എല്ലാം കഴിഞ്ഞ് ശക്തിയായി കഴിഞ്ഞപ്പോഴേക്കും ഇനി എന്ത് ലാത്ത നമുക്ക് ഖുറൈശികളുടെ ലാത്ത നമുക്ക് വിട്ടേക്കാം, അള്ളാഹിന്റെ പെമ്മക്കളെ വിട്ടിട്ട് നമുക്ക് അള്ളാഹിനെ മാത്രം എടുക്കാന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് വന്നപ്പോഴേക്കും ആളുകൾ പറഞ്ഞത് അപ്പൊ പിന്നെ നിന്റെ പഴയ ആയത്ത് എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോ മുഹമ്മദ് നമ്പർ ഇറക്കി. അത് കുഴപ്പമില്ല, പഴയ ആയത്ത് സാത്താൻ ഇറക്കി തന്നാണ്. അപ്പൊ പിന്നെ സാത്താൻ ആയത്തിറക്കുന്ന ഒരാളെ ഞങ്ങൾ എങ്ങനെ പ്രവാചകനായിട്ട് കാണും എന്ന് ചോദ്യം വന്നപ്പോ മുഹമ്മദിന് അതിനും ഉത്തരമുണ്ടായിരുന്നു. അത് കുഴപ്പമില്ല, എന്നെ മാത്രമല്ല മറ്റു പ്രവാചകന്മാരെയും സാത്താൻ വഴിപിഴപ്പിച്ചിട്ടുണ്ട് എന്ന്. ഒന്ന് ആലോചിച്ചു നോക്കണേ. ഇദ്ദേഹത്തിനെ സാത്താൻ പിടികൂടിയ കാര്യം പറഞ്ഞപ്പോ അത് പുള്ളി സമ്മതിച്ചപ്പോ പുള്ളിക്ക് പറ്റിയ കയ്യബദ്ധം തിരുത്താൻ വേണ്ടി ലാത്തയോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന ചെയ്തത് തെറ്റാണെന്ന് പറയാനുള്ള മടി കൊണ്ട് അത് സാത്താൻ എന്റെ വായി തന്നാണെന്ന് പറഞ്ഞുകൊണ്ട് സാത്താനെ പഴിചാരിക മാത്രമല്ല വിശുദ്ധ പ്രവാചകന്മാരെ, മോശയടക്കമുള്ള പ്രവാചകന്മാരെ സാത്താൻ വഹി കൊടുത്ത പ്രവാചകന്മാരെന്ന് പറഞ്ഞുകൊണ്ട് നബി നിന്ന് നടത്തുകയാണ് മുഹമ്മദ് എന്ന് പറയുന്ന ഖുറൈശി ചെയ്തത്. മോശയടക്കമുള്ള പ്രവാചകന്മാര്, യെശയ്യാവ്, ഇരമ്യാവ് തുടങ്ങിയ മഹാന്മാരായ പ്രവാചകന്മാര്, യേശു ക്രിസ്തുവിന്റെ അടുക്കൽ പോലും പ്രത്യക്ഷമായി ഇറങ്ങി വന്ന ഏലിയാവിനെ പോലുള്ള പ്രവാചകന്മാർ, അവരെ എല്ലാം സാത്താൻ വഴിതെറ്റിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിന് സാത്താൻ വഴിതെറ്റിച്ചു എന്നുള്ള കാരണത്തിൽ അവരും വഴിതെറ്റിക്കപ്പെട്ടവരാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു എന്താ പറയുക നബി നിന്ന പ്രവാചകൻ നിന്ന് നടത്തിയാണ് മുഹമ്മദ്. അതുകൊണ്ട് തന്നെ ഈ ക്രിസ്ത്യാനികൾക്കെതിരെ ആരെങ്കിലും നബി നിന്ന കേസ് കൊടുത്താൽ ആദ്യം നബി നിന്ന നടത്തിയ മുഹമ്മദിനെതിരെ കൊണ്ട് നമ്മളുണ്ട് സൗദി അറേബ്യ കൊണ്ട് കേസ് കൊടുക്കേണ്ട അവസ്ഥയാണ്. കാര്യം പുള്ളിയാണ് ഈ പണി തുടങ്ങിയത്. ഇക്കണക്കിന് പുള്ളിനെ വ്യഭിചാര കുറ്റത്തിന് എങ്ങനെ ആരെങ്കിലും പിടിച്ചാലും ഞാൻ മാത്രമല്ല മോശം വ്യഭിചാരം ചെയ്ത് പറഞ്ഞ് പുള്ളി രക്ഷപ്പെടാൻ നോക്കിയേനെ എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും ഈ പറയുന്ന കാര്യത്തിന്, അതായത് സൂറ 22 സൂറ ഹജ്ജിന്റെ 52 ആയത്തിന്റെ ഇമാം സുയൂത്തി എഴുതിയ തഫ്സീർ അൽ ജലാലയൻ വായിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഈ ചരിത്രം അവിടെ എഴുതിയിട്ടുണ്ട്. തഫ്സീർ അൽ ജലാലയനകത്ത് നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. ബട്ട് വെൻ ഹി റിസൈറ്റഡ് ദ സ്ക്രിപ്ചർ, Satan cast into his recitation what is not from the Quran, but which those of whom he the prophet had been sent would find pleasing. ഖുറൈശികളുടെ അടുത്തേക്കാണ് പ്രവാചകനെ അയച്ചത്. അവരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി, അല്ലെ അവരെ സന്തോഷിപ്പിക്കാനുള്ള ആവശ്യത്തിന് വേണ്ടി എന്ത് ചെയ്തു? ഈ അള്ളാഹു കൊടുത്താണെന്ന് പറഞ്ഞുകൊണ്ട് ആയത്തിറക്കിയിട്ട് അള്ളാഹു കൊടുത്തതാണെന്ന് പറഞ്ഞുകൊണ്ട് ആയത്തിറക്കി എന്നിവിടെ പറയാണ്. അപ്പൊ അള്ളാഹു കൊടുത്താണെന്ന് പറഞ്ഞുകൊണ്ട് സൂറത്ത് നജ്മിലെ 53 മുതൽ 53 സൂറയിലെ 19, 20, 21 ആയത്തുകൾ ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് ക്ലാരിറ്റി ആയിട്ട് തരാൻ വേണ്ടിയാണ്. ഒരു സെക്കൻഡ്. ഓക്കെ, 19, 20, 21 ആയത്തുകൾ. അപ്പോൾ ഈ ആയത്തുകൾ ഇങ്ങനെ പറയുന്നത്, സാത്താൻ കൊടുത്ത ആയത്ത് ഇങ്ങനെയായിരുന്നു. Added as a result of Satan casting them onto his tongue without the prophets being aware of it following words, those are high-flying cranes, al-Garnik, al-Ula, and indeed their intercession is to be hoped for. അതായത് ലാത്ത, മനാത്ത, ഉഷ എന്നീ 3 ദേവതമാരുടെ, അള്ളാഹിന്റെ 3 പെമ്മക്കളുടെ മധ്യസ്ഥത തേടുന്നത് അനുവദനീയമാണ് എന്ന് പറഞ്ഞുകൊണ്ട്, വളരെ കൃത്യമായി പറഞ്ഞുകൊണ്ട് മുഹമ്മദ് അവിടെ നിസ്കരിക്കുകയും കൂടെ ചെയ്തു. അങ്ങനെ മുഹമ്മദ് നിസ്കരിച്ചു. അതിന് ഖുറൈശ് വെർ ഡിലൈറ്റഡ്. ഇതിനെക്കുറിച്ച് സാത്താൻ ഇറക്കിയ സാത്താനി ആയത്തെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അതിനകത്ത് സീറകളും ഉദ്ധരിച്ചുകൊണ്ട്, സീറത്ത് റസൂലുള്ളാഹി അടക്കമുള്ള 3 സീറകളും ഈ തഫ്സീറും ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ വിശദമായിട്ട് പ്രോഗ്രാം ചെയ്യേണ്ടത്. അതുകൊണ്ട് റിപ്പറ്റീഷൻ ഒഴിവാക്കാൻ വേണ്ടി മുന്നോട്ട് പോകുകയാണ്. സംശയമുള്ളവർ അതിനകത്ത് പോയി നോക്കിയാൽ മതി. 4 സീറകളും 3 സീറകളും അതുപോലെ തന്നെ ഈ തഫ്സീർ ഉദ്ധരിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ട് അതിനകത്തെല്ലാം പറയുന്നുണ്ട് ഈ കഥ. ഓക്കെ, അപ്പോൾ സാത്താൻ പോലും തിരുത്തിയ ഖുറാനാണ്
മുഹമ്മദ് ഈ അക്ബർ പറയുന്നത് ആർക്കും തിരുത്തിയിട്ടില്ല, ഒരു മാറ്റവും വന്നിട്ടില്ലെന്ന്. സാത്താൻ വരെ മാറ്റം വരുത്താൻ പറ്റിയെന്നുള്ളത് വാസ്തവം. ഇനി